നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. രാഹുൽ ഗാന്ധിയുടെ ആകാശ പര്യടനം അവസാനിക്കുന്നതേയില്ല. ഏത് നേരവും ഓരോ പ്രവർത്തികൾ ചെയ്ത് എയറിലാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനി പുള്ളിക്കാരൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഡെയിലി നാട്ടുകാരുടെ ചീത്ത കേൾക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം. അംബേദ്കർ ജയന്തി പരിപാടിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം അവഗണിക്കുന്നതായി കാണിക്കുന്ന വീഡിയോ വൈറലായതാണ് ഇപ്പോൾ പ്രശ്നം. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി നേരിടുന്നത്. പരിപാടിയിൽ ഒരു പാനലിനെ സമീപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പീയൂഷ് ഗോയലിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വീഡിയോയിൽ പതിഞ്ഞിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല തുടങ്ങിയ നേതാക്കൾ ഗോയലിനെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അനങ്ങിയില്ല. ഒരു ഹസ്തദാനം പോലും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ സൈഡിലേക്ക് നോക്കിയിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം. അതൊക്കെ സാമാന്യ മര്യാദയാണ്. ഒരാൾ സ്റ്റേജിൽ വരുമ്പോൾ ഒരു ഹസ്തദാനം അല്ലെങ്കിൽ അതും വേണ്ട ഒരു ചെറിയ പുഞ്ചിരി. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കാട്ടിക്കൂട്ടുന്നത് ഇതാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് വരുന്നത് സ്റ്റേജിൽ, അതിൻ്റെ ഒരു ബഹുമാനം വേണം. പോട്ടെ, കേന്ദ്രമന്ത്രി എന്ന ബഹുമാനം വേണ്ട. ഒരു വ്യക്തിയെ പോലും ബഹുമാനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അലക്ക് കിട്ടുമെന്നത് ഉറപ്പ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത്? ദേഷ്യത്തിലിരിക്കുന്നത് എന്ത് ചിന്തയിലാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്? ചിന്തയിൽ മുഴുകിപ്പോയോ? ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകളാണ് വരുന്നത്. ഇതിനു മുമ്പ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പൂമാല വലിച്ചെറിഞ്ഞത് കാരണം രാഹുൽ ഗാന്ധി എയറിലായിരുന്നു. ഇങ്ങനെ ഈ രണ്ട് പ്രവർത്തികളിൽ നിന്നും അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയും സംസ്കാര ശൂന്യതയുമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വിവാദങ്ങൾ പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.